ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 3 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ലൈം ജ്യൂസാണ്. മൂന്നിനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിനെല്ലാം ഇത് കൊടുക്കാൻ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. കാരണം 3 നല്ല കളറുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 3 ജ്യൂസ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസിൻ്റെ കണക്കിനാണ് ഞാനെല്ലാം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്ലാസ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അരമുറി ചെറുനാരങ്ങ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക, എന്നാൽ മാത്രമേ നല്ലോണം അടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ടാലാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ തണുപ്പിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുതിന ഇലയാണ്. പുതിന ഇല കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 10-25 ലീഫ് ഇട്ട് കൊടുക്കുക. നല്ല പച്ച മണമുള്ള പുതിന ഇല തന്നെ നോക്കി എടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതടച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു പച്ച കളറ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണിത്. ഇനി നമുക്കൊരു അരിപ്പയിൽ കൂടി ഇത് അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 3 എണ്ണത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ്. ഇത് ശരിക്കും ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ, അതായത് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തത് തയ്യാറാക്കാം. നേരത്തെ പോലെ തന്നെ അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ കഷ്ണം ക്യാരറ്റാണ്. ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു ഗ്ലാസ്സിനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് നേരത്തെ പോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ലൈം ജ്യൂസിൽ എപ്പോഴും മധുരം കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ മധുരം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം നിങ്ങൾ. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നേരത്തെ പോലെ തന്നെ നല്ലോണം തന്നെ അടിച്ചെടുക്കണം. ക്യാരറ്റെല്ലാം നന്നായി അടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാനിതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസും ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ ശരിക്കും ഇതിൻ്റെ കളർ കാണാനായിട്ടാണ്. നല്ല അടിപൊളി ഒരു കളറാണ്, ഒരു ഓറഞ്ച് കളറുണ്ട് ഇതിന്. അപ്പോൾ ഇതും കൂടി നമുക്ക് അരിച്ച് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഒരു ഓറഞ്ച് കളറ് ലൈമ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്യാരറ്റിൻ്റെ സ്ഥാനത്ത് പകരം ഓറഞ്ച് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു കളറിന്. അപ്പോൾ ടേസ്റ്റും വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് തയ്യാറായി. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. നേരത്തെ പോലെ തന്നെ നമുക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഈ നീരിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇഞ്ചി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തണുപ്പിനാവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം. ബീട്രൂട്ട് ചെറിയ കഷ്ണം ബീട്രൂട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ബീട്രൂട്ടിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് അനാർ അല്ലെങ്കിൽ പോമഗ്രാനൈറ്റ് എന്ന് പറയും, അത് യൂസ് ചെയ്യാം ആ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ക്യാരറ്റിനും ബീട്രൂട്ടിനും പകരമുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ നല്ല അടിപൊളി കളറാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 3 തരം കളറും 3 തരം ഫ്ലേവറിലും ഉള്ള ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഇഷ്ടമില്ലാത്തവർക്ക് ബീട്രൂട്ടിന് പകരം അനാറും ക്യാരറ്റിന് പകരം ഓറഞ്ചും യൂസ് ചെയ്യാം. എല്ലാം നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ജ്യൂസും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ 3 വ്യത്യസ്ത രുചിയിലുള്ള നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള 3 കളറിലുള്ള നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇഫ്താർ പാർട്ടിക്കൊക്കെ ഇതിങ്ങനെ സെർവ് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കാണാൻ, അതേപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും എടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പകരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓറഞ്ചും അനാറും യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എന്നും പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേദം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.